കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, അനേകം മക്കള്, ആയിരക്കണക്കിന് മക്കള് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്ത് കൊതിച്ചിരിക്കേണ്ടിച്ചേ. അവരെല്ലാം പ്രാർത്ഥിക്കണ കർത്താവ് ഇന്നെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കാര്യം പറയണേ എന്നാണ്. ഈശോ, അതെനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ, ഞാൻ പറയുന്നതിൽ അവരുടെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം. അങ്ങനെ കൊതിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളുടെ മേൽ ദൈവമേ ഇന്നൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ച കർത്താവ്, അത് നിന്റെ വാഗ്ദാനമാണ്. ഈ പ്രാർത്ഥന കൂടുന്ന മക്കള് ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ജീവിത മണ്ഡലങ്ങളിലും ജീവിതയാത്രയിലും ഇന്നവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങള് പലതരത്തിലുള്ള ഡയഗ്നോസൊക്കെ കഴിയുമ്പോൾ ഇന്ന രോഗം ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കണവരുണ്ട് ഈശോയെ. അവർക്ക് പോയി പണി നോക്കാൻ പറഞ്ഞ ഈശോയെ. ഒരു പേടിക്കാൻ ആവശ്യമില്ല. അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് എന്ന് ബോധ്യം കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ പ്രാർത്ഥന വഴി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും നിന്റെ സങ്കടത്തിൻ്റെ കണ്ണുനീര് എങ്ങനെയാണോ മഞ്ഞു തുള്ളികള് സൂര്യൻ ഉദിക്കുമ്പോൾ വരണ്ട് ഉണങ്ങിപ്പോണ പോലെ നിന്റെ സങ്കടങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ വരണ്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ സാമ്പത്തികമായ മേഖലകളിലെ വസ്തുക്കൾ വിറ്റുപോകാനും അതുപോലെ സ്ഥലങ്ങൾ വിറ്റുമാറാനും ഓരോ ആൾക്കാർ ഉള്ളത് വിറ്റിട്ട് വലിയ കടങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ വേണ്ടി രാത്രിയും പകലും കടക്കാർ കൊണ്ട് പൊറുതിമുട്ടി മാതാവെ ആത്മഹത്യ ചെയ്യണമെന്ന് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരാരും ഒന്നും അവർക്ക് സങ്കടം. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാന ആ കുടുംബങ്ങൾക്ക് ഇപ്പൊ സംരക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അങ്ങയുടെ തിരുസന്നിധി ഞാൻ നന്ദി പറയുന്നു. ഏതെങ്കിലും ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് വേദനിക്കുന്നവർക്കും ഇന്ന് മറുപടി കിട്ടും, ഇന്ന് ദൈവം നമ്മൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർക്ക് ഇന്ന് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് കർത്താവെ അവരങ്ങ് ഉറങ്ങണമെന്ന് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നേക്കും ആമേൻ.